മുതലേ മെഡിക്കൽ കോളേജ് പോലീസ് ഈ പ്രതിക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല. ഇവിടുത്തെ SIയുടെ സ്വകാര്യ വാഹനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ അറസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ച സമയത്ത് ഇവിടെ CIയും AC അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കുന്നില്ല. ഇവരാരും VIP ആണ്. എല്ലാ പരിഗണനയും ഇവർക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഹാജരാക്കാതെ ഇവരെ നേരിട്ട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ പ്രതിയെ വളരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. നമസ്കാരം. ഇപ്പോൾ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേരളം ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടല്ലേ കേരളം ആഗ്രഹിച്ച ഒരു അറസ്റ്റ് നടന്നിരിക്കുകയാണ്. പക്ഷെ അതേസമയം ഇവിടെ ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പോലീസിന് മേൽ ആരോപണത്തിന്റെ ഒരു വലിയ നിഴലുണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റോടുകൂടി ആ സംശയം ബലപ്പെടുന്നു എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷിംജിതയുടെ അറസ്റ്റ് ഉണ്ടായ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുൻപിൽ BJP പ്രവർത്തകർ തടിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം BJP നേതാവ് റിനീഷാണ്. ചേട്ടാ, ഈ പോലീസിനെതിരായിക്കൊണ്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് തുടക്കം മുതൽ തന്നെ ഉയരുന്നത്. ഇപ്പോൾ അറസ്റ്റോടുകൂടി അത് ബലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് BJP കാര്യത്തിൽ? അല്ല, ഈ കാര്യത്തിൽ ദുരൂഹത ഞങ്ങൾ ആരോപിക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് പോലീസ് ഈ പ്രതിക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല. അന്ന് അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തത്. പിന്നീട് അതിശക്തമായ പ്രതിഷേധം മാധ്യമങ്ങളടക്കമുള്ള ആളുകളിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായ സാഹചര്യത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ കേസെടുത്തത്. അങ്ങനെയുള്ള പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ, ഇവിടുത്തെ SIയുടെ സ്വകാര്യ വാഹനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ അറസ്റ്റിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ച സമയത്ത് ഇവിടെ CIയും AC അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കുന്നില്ല. പത്രമാധ്യമങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർ കൃത്യമായി മറുപടി പറയുന്നില്ല. ഇവരെ ഈ സ്റ്റേഷനിൽ ഹാജരാക്കാതെ ഇവരെ നേരിട്ട് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു, അവിടുന്ന് നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ പ്രതിയെ വളരെ സംരക്ഷിക്കുന്ന നിലപാടാണ്. ഇവിടുത്തെ SIയുടെ സ്വകാര്യ വാഹനത്തിൽ ഇവരാരും VIP ആണ്. അപ്പോൾ ഈ തുടക്കം മുതലേ ഞങ്ങൾ സംശയിച്ച കാര്യം നടപ്പിലാക്കുകയാണ് ചെയ്തത്. IT ആക്ട് പ്രകാരം, IT ആക്ട് 2000 പ്രകാരം കേസിൽ വകുപ്പ് ചേർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടാ ആ വകുപ്പ് ചേർത്തപ്പെട്ടിട്ടില്ല എന്നാണ് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഒരുക്കുന്നു. ഇവരെ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് സംരക്ഷിക്കുന്നു, പത്രമാധ്യമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതിരഹസ്യമായി സ്വന്തം വാഹനത്തിൽ SIയുടെ വാഹനത്തിൽ കൊണ്ടുവന്നു. അപ്പം എല്ലാ പരിഗണനയും ഇവർക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢാലോചന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളും പ്രത്യക്ഷ സമരങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഷിംജിതയാണെങ്കിൽ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവാണ്, മുമ്പ് വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടായിരുന്നു. തീർച്ചയായും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതിൽ നിന്ന് പോലീസിന് മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണല്ലോ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. പത്രമാധ്യമങ്ങൾ അറിയിക്കുന്നില്ല. ഇവിടുത്തെ സാധാരണ ഒരു ചീട്ട് കളിക്കാരനെ പോലും ഫോട്ടോ പത്രത്തിൽ കൊടുക്കുന്ന പോലീസാണ്. അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൊലപാതകയെ പോലീസ് എന്തിനാണ് പത്രമാധ്യമങ്ങളിൽ മുന്നിൽ നിന്ന് പോലും സംരക്ഷിക്കുന്നത്? സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് പോകുമ്പോൾ ഇവർക്ക് മുകളിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിശക്തമായ നിയമ നടപടികളും പ്രത്യക്ഷ സമരങ്ങളും നിർത്തും. സാമൂഹ്യ മാധ്യമത്തിലൂടെ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷിംജിത പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഈ സംഭവങ്ങളുടെ എല്ലാത്തിനെയും തുടക്കം. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ദീപകിന് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു, ദീപകിന് മേൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അതാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളത് ദീപകിന്റെ ആത്മഹത്യ നടന്ന ദിവസം മുതൽ ദീപകിന്റെ ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും തന്നെ എടുത്ത് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമായിരുന്നു. എന്നാൽ ആ സമയം തന്നെ അവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ച സമയത്ത് പോലീസ് ഈ വിഷയം ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളൊരു വലിയ ആരോപണം അന്ന് തന്നെ ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ വീഡിയോയുടെ വിഷയം പറഞ്ഞ സമയത്ത് വീഡിയോയ്ക്കൊക്കെ തട്ടുന്നുണ്ടല്ലോ, മുട്ടുന്നുണ്ടല്ലോ എന്നുള്ള മറ്റുള്ള ഒഴുക്കൻ മറ്റുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് എന്ന് അന്നേരം മുതൽ തന്നെ ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരോടും നമ്മളോടും വ്യക്തമാക്കിയതാണ്. അതിനുശേഷം പിന്നീട് 2 ദിവസത്തിന് ശേഷം കേരളത്തിലാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതിന് ശേഷമാണ് ഷിംജിത മുസ്തഫയ്ക്കെതിരായി കൊണ്ട് FIR ഇടാൻ പോലും പോലീസ് തയ്യാറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ 6ാം ദിവസം അറസ്റ്റ് നടക്കുന്നു. എന്നാൽ അറസ്റ്റ് നടക്കുന്ന സമയത്തും പോലീസ് വാഹനത്തിലല്ല ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത്. വടകരയിലുള്ള ഷിംജിതയുടെ ബന്ധുവീട്ടിൽ നിന്ന് SIയുടെ സ്വന്തം കാറിനകത്താണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് BJP നേതാക്കൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. മാത്രവുമല്ല, മെഡിക്കൽ കോളേജ് പോലീസാണ് അറസ്റ്റ് ചെയ്തെങ്കിൽ പോലും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. വരുന്ന വഴിക്ക് വടകരയിൽ നിന്ന് കോഴിക്കോട് വരുന്ന വഴിക്ക് കൊയിലാണ്ടിയിൽ വെച്ച് ഷിംജിതയുടെ മെഡിക്കൽ, അതായത് വൈദ്യപരിശോധന നടത്തുന്നു. അതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുകയുമാണ് ചെയ്തത്. എന്തിനാണ് പോലീസ് ഇത്തരത്തിൽ ഒളിച്ചു കളിക്കുന്നത്? എന്താണ് ഷിംജിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ഇത്രമാത്രം മടിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് BJP പ്രവർത്തകർ ഏറെ നേരമായി കൊണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തമ്പടിച്ചിരിക്കുന്നത്.